Hello, welcome back to my channel. You're watching Anecdotist and this is Aisha. If you're here for the first time, please don't forget to subscribe. അപ്പോൾ ഞാൻ ഇന്നൊരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ബുക്കിൻ്റെ പേര് കേസ് ഫയൽസ്. ശ്യാം കൃഷ്ണൻ CU ആണ് ഓതർ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഷോർട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പം അഭിപ്രായം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആക്ച്വലി. ആൻഡ് ഈ വക സാധനങ്ങൾ ഞാൻ വായിക്കൽ ഭയങ്കര കുറവാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ജോണേഴ്സ് വായിക്കാറില്ല. എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് മുന്നെയാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷിൽ ഇതുപോലത്തെ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. ആൻഡ് എനിക്ക് ഇംഗ്ലീഷിൽ ഈ ജോണർ വായിക്കണേ ആക്ച്വലി ഇഷ്ടമാണ്. മലയാളത്തിൽ എന്തുകൊണ്ടും ഞാനങ്ങനെ അധികം ഈ ടൈപ്പ് സാധനങ്ങൾ വായിച്ചിട്ടില്ല. അപ്പം ഒരാൾ സജസ്റ്റ് ചെയ്തതുകൊണ്ട് എന്നാൽ പിന്നെ വായിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. അപ്പം പുസ്തകം വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ നിന്ന് മേടിച്ചാണ്. 25% ഓഫിന് എനിക്ക് കിട്ടി. 300 റുപ്പീസിൻ്റെ ബുക്കാണ്. അപ്പം എനിക്ക് 25 ഓഫിന് കിട്ടി. കറണ്ട് ബുക്സിൻ്റെ പ്രോഡക്റ്റാണ്. കറണ്ട് ബുക്സ് തൃശ്ശൂർ. ആൻഡ് ഒരു മേർഡർ മിസ്റ്ററിയാണിത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ആക്ച്വലി. നമ്മൾ സാധാരണ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും ഒരുപാട് വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര യുണീക്കായിട്ട് തോന്നി ആക്ച്വലി. കാരണം നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരു വേറെ ട്രാക്കാണ് പിടിച്ചിരിക്കുന്നത്. ഈവൻ മേർഡർ മിസ്റ്ററി കാറ്റഗറീസ് ആണെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് സാധനമല്ല. അപ്പം ഞാൻ ആമുഖം വായിക്കാം കേട്ടോ. ഈ പുസ്തകം വായിക്കാനായി കയ്യിലെടുത്ത എല്ലാവരോടും ആദ്യമേ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളത് വായനയ്ക്ക് വേണ്ടിയാണ്. ക്രൈം ഫിക്ഷൻ നോവലുകളോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ അതേ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു നോവൽ എഴുതണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനായി മിസ്റ്ററി ത്രില്ലർ എന്ന ലേബലിൽ പുറത്തിറങ്ങിയ നോവലുകളിൽ പലതും ഞാൻ വായിക്കാനിടയായി. എന്നാൽ അവയിൽ പലതും ഒരേ രീതിയിൽ കഥ പറഞ്ഞു പോകുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു രീതിയിൽ കഥ പറയാനാണ് ഞാൻ ഈ നോവലിൽ ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ കഥാപാത്രങ്ങൾ ഒരു നോവലിൽ മാത്രം അവസാനിക്കുന്നതല്ല എന്നതുകൊണ്ടും ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളും സംഭവങ്ങളും ഉൾപ്പെടുന്നതുകൊണ്ടും ഒരു ബുക്ക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രൂപീകരിക്കപ്പെട്ട മിസ്റ്ററി യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ പുസ്തകമാണ് ദി കേസ് ഫയൽസ്. അപ്പോൾ ഫസ്റ്റ് 1 ആണ് ഈ സീരീസിൽ. മൊത്തം 5 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. സാധാരണ രീതിയിൽ നിന്ന് മാറി ഫാൻറ്റസി എലമെൻസും ഈ കൃതിയിൽ പലയിടത്തായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വിശാലമായ കഥാലോകത്തിലെ ഏതാനും ചില കഥാപാത്രങ്ങളെ മാത്രമാണ് 1-ാം ഭാഗത്തിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കഥ ഇതോടുകൂടി പൂർണ്ണമാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ നോവലിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതൊരു വൺ ഓഫ് ദി യുണീക്ക് ഫാക്ടറാണ്. കുറേ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സാധാരണ രീതിയിലല്ല ഈ നോവലിൽ കഥ പറഞ്ഞു പോകുന്നത് എന്നതുകൊണ്ടും ഒരുപാട് ലെയറുകളിലൂടെയാണ് കഥ വികസിക്കുന്നത് എന്നതിനാലും വായനക്കാർക്ക് കൂടുതൽ മികച്ച ഒരു എക്സ്പീരിയൻസ് നൽകുന്നതിനായി ജാപ്പനീസ് കോമിക്കുകളിൽ കണ്ടുവരുന്ന മാംഗ സ്റ്റൈൽ ഡ്രോയിങ്സും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു വെറൈറ്റി സംഭവമാണ്. നമ്മുടെ ജാപ്പനീസ് കോമിക്സിൽ ഇങ്ങനെ ഞാൻ ഡ്രാമയിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ കുറേ പിക്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് ത്രില്ലർ വിഭാഗത്തിൽ കാലങ്ങളായി കണ്ടുവരുന്ന ആഖ്യാന രീതിയിൽ മാറ്റം കൊണ്ടുവരണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ നിന്നുമാണ് ദി കേസ് ഫയൽസ് എന്ന ഈ നോവൽ രൂപം കൊള്ളുന്നത്. ഒരുപക്ഷെ ഈ നോവൽ വായനക്കാരായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നേക്കാൾ മികച്ച ഒരുപാട് യുവ എഴുത്തുകാർക്ക് അത് വലിയ പ്രചോദനമായി മാറും. ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിങ്സ് പോലെയുള്ള നോവലുകളും മംഗ കോമിക്കുകളും നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങും. അവ വിജയമായി തീരുകയും ചെയ്യും. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് ചിലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം എൻ്റെ പുസ്തകം വായിക്കാൻ മാറ്റിവെക്കുന്ന എല്ലാ വായനക്കാർക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ആമുഖം. അതുകൊണ്ടാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി എനിക്ക് സെക്കൻഡ് ഹാഫ്, ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്, ഞാനിങ്ങനെ ബുക്കിനെ പറ്റി നല്ല മാത്രം പറയാനല്ലല്ലോ ഇരിക്കുന്നത്. ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്, എനിക്ക് സെക്കൻഡ് പാർട്ട് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെറൈറ്റി ഒക്കെയാണ്. പക്ഷേ എന്തോ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര വാവ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് തുടങ്ങുന്നതെന്ന് വെച്ചിട്ട് ഭൂതകാലത്തിൽ നിന്ന് ആണ്. അപ്പം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇതിൻ്റെ അകത്ത്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ കാണിക്കുന്നു, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ വേറെ ഒരു
ലോകം തന്നെ. അങ്ങനൊരു സെറ്റപ്പാണ്. സാധനമേ അല്ല, സാധാരണ നമുക്ക് വായിക്കാൻ കിട്ടുന്ന സാധനമേ അല്ല. അപ്പം ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ആക്ച്വലി ആരാണ് പീറ്റർ എന്നത് സെക്കൻഡ് പേജിൽ തുടങ്ങി 2ാം പേജിൽ തന്നെ നമുക്കൊരു മൊത്തത്തിലൊരു പീറ്റർ എന്ന കഥാപാത്രത്തെ കിട്ടുന്ന രീതിയിലൊരു സെൻറ്റൻസ് ഉണ്ട്. പ്രശസ്ത കുറ്റാന്വേഷകനായ പീറ്റർ ജോൺ അപകടത്തിൽ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേരളത്തെ നടുക്കിയ ബിസിനസ് മാഗ്നറ്റ് ശ്രീജിത്ത് വർമ്മ കേസ് അന്വേഷിക്കുന്നത് പീറ്റർ ഉൾപ്പെടുന്ന മിസ്റ്ററി എന്ന ഡിറ്റക്റ്റീവ് ഏജൻസിയാണ്. ഗവൺമെന്റ് അന്വേഷിക്കുന്ന കേസ് പാരലലായി ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ എന്ന് കോടതിയെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് പീറ്റർ. അപ്പോൾ ഇയാളാണ് നമ്മുടെ നായകൻ പീറ്റർ എന്ന് പറയുന്നത്. പിന്നെ പീറ്റർ ഇപ്പോൾ ICUവിലാണ്. അപ്പോൾ പീറ്ററിൻ്റെ ഫാമിലിയാണ്, അമ്മയും അപ്പനും വരുന്ന ഒരു സീൻ ഒക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. മേരിയും ജോണും. ഈ ജോൺ എന്ന് പറയുന്നത് ഭയങ്കര മൂശാട്ടയായ ഒരു അപ്പനാണ്. മേരി എന്ന് പറയുന്ന ഭയങ്കര പാവമായ ഒരു അമ്മ. അപ്പം സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ആ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സ്വന്തം ശബ്ദം പോലും വീട്ടിൽ ഉയർത്താൻ പറ്റാത്ത ഒരു സ്ത്രീ. ദേഷ്യം വരുമ്പോൾ പാത്രങ്ങളോട് തീർക്കുന്ന ഒരു സ്ത്രീ, ഒരു സാധാരണ ഒരു പാവമായ അമ്മ. ആൻഡ് പീറ്ററിനൊരു സഹോദരിയുണ്ട്, ആനി. അപ്പം പീറ്ററിൻ്റെ അച്ഛൻ ജോൺ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ പണ്ട് കാലത്ത് കണ്ടുവരുന്ന ഒരു കാറ്റഗറി ഓഫ് അച്ഛന്മാരുടെ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ആണുങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ, പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. അപ്പം സ്വന്തം മകളെ പോലെ പോലും മോളെ എന്ന് വിളിക്കാറില്ല. ആ കുട്ടിയും പപ്പ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനൊരു ബന്ധമാണ്. അപ്പം പീറ്റർ ഉണ്ടായപ്പം ഇനി നമുക്ക് വേണ്ട, ഇവൻ മാത്രം മതി എന്ന് പുള്ളി തീരുമാനിച്ചതാണ്. അപ്പം ഈ മേരിയുടെ ആഗ്രഹം കാരണം എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്ത് അടുത്തതൊരു പെൺകുഞ്ഞായി. അപ്പം പെൺകുഞ്ഞിന് ഒട്ടും താല്പര്യമില്ല. ആൻഡ് മകളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറ് പോലും ഇല്ല, എന്തെങ്കിലും ആട്ടെ എന്ന് ഉള്ള രീതിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ എല്ലാം നടക്കണം. സ്വന്തം തീരുമാനങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരുടെ തീരുമാനങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത ഒരു വീട്ടിലാണ് നമ്മുടെ പീറ്റർ ജനിച്ചു വീഴുന്നത്. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് തുള്ളേണ്ടി വരുന്ന എത്ര കുട്ടികളുണ്ടാകും. ഇഷ്ടമുള്ള ജീവിതം കൺമുന്നിൽ ഉണ്ടായിട്ടും അത് ഉപേക്ഷിച്ച് മറ്റാരുടെയോ ജീവിതം ജീവിച്ചു തീർക്കുന്ന നിർഭാഗ്യരായ യൗവനങ്ങൾ. ഒരിക്കലും ഞാൻ അങ്ങനെ ആകില്ല എന്ന് പീറ്റർ ആ രാത്രി തീരുമാനമെടുത്തു. അപ്പം പീറ്റർ പറയും പീറ്ററിനൊരു ഇൻവെസ്റ്റിഗേറ്റർ ആയാൽ മതിയെന്ന്. പക്ഷേ അച്ഛൻ പറയും നീ ഡോക്ടർ ആയാൽ മതി, നിനക്ക് ഞാൻ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പം പീറ്ററിന് അതൊട്ടും താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ. അപ്പം നീ ഇനി ഇവിടെ നിൽക്കണ്ട, നിനക്ക് ഞാൻ കോയമ്പത്തൂർ അമൃത മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ശരിയാക്കിയിട്ടുണ്ട്. അവിടെ എൻ്റെ കൊളീഗ് മിസ്റ്റർ രാജനുണ്ട്. ഞങ്ങൾ MBBSന് ഒരുമിച്ചായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ജോൺ പീറ്ററിനോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ഡോക്ടർ ആവാൻ താല്പര്യമില്ല. TV-യിലെ ചാനൽ മാറ്റിക്കൊണ്ട് പീറ്റർ ജോണിനോട് പറഞ്ഞു. ആദ്യമായാണ് അവൻ ആ വീട്ടിൽ അത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത്. ഇത് കേട്ട ജോൺ ചെയർ നീക്കി എഴുന്നേറ്റു. ആനി പ്ലേറ്റിൽ നിന്നും കണ്ണെടുത്ത് പീറ്ററിനോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഓ പിന്നെ എന്താണാവോ നിന്റെ ഭാവം? ജോൺ പീറ്ററിനോട് ചോദിച്ചു. എനിക്ക് ക്രിമിനോളജി പഠിക്കണം, എന്നിട്ടൊരു ഡിറ്റക്റ്റീവ് ആകണം. ഇന്ന് ഇത് കേട്ടതും ആനിക്ക് ചിരി വന്നു. പീറ്ററിൻ്റെ ആഗ്രഹങ്ങൾ അറിയാമെങ്കിലും അവൻ അതിങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് ആനി കരുതിയിരുന്നില്ല. മേരി ദേഷ്യത്തിൽ പീറ്ററിനെ നോക്കി. അവൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. മേരി, ഇന്നലെ TV-യിൽ CID മൂസ ഉണ്ടായിരുന്നോ? ജോൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം ഇതാണ് അപ്പൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആൾക്ക് മകന് ഇങ്ങനെ ഡിറ്റക്റ്റീവ് ആവണം എന്ന് പറയുമ്പം ആക്ച്വലി ആ ഒരു പോർഷൻ വായിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. CID മൂസ ഉണ്ടോ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ ആവാൻ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആവാൻ പഠിക്കാൻ വിടുവാണ്. അപ്പം ഈ ചെക്കൻ എന്താ വിചാരിക്കുന്നതെന്ന് ഓർത്താൽ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അപ്പോൾ ഇതിന് പുറത്ത് കടന്നാൽ പിന്നെ അത്രയും സമാധാനമായല്ലോ, ഇങ്ങനെ പറയുന്നത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോവുകയാണ്. അപ്പം പുതിയൊരു ലോകം പീറ്ററിന് മുന്നിൽ വരികയാണ്. പിന്നെ അവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, വിഷ്ണു, നിതിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ആക്ച്വലി കുറേ കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയാണ് കേട്ടോ, നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ സ്വഭാവം, ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളുണ്ട്. അപ്പം അതിൽ കുറ്റം പറയാൻ പറ്റില്ല.
പിന്നെ പീറ്റർ ഹോസ്റ്റലിൽ പോകുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെറ്റ് ആവുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഒരു പേജിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വായിക്കാം. ചില വൈകുന്നേരങ്ങളിൽ പീറ്റർ ഹോസ്റ്റൽ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കാറുണ്ട്. അത് കാണുമ്പോഴെല്ലാം നിതിൻ പീറ്ററിനോട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ പീറ്റർ നിതിനെ നോക്കി ചിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, നീ ഓക്കെ അല്ലേ എന്നതൊരു മാജിക് വേർഡാണ്. പലരെയും ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാനും ഡിപ്രഷനിൽ നിന്നും കൈപിടിച്ച് കയറ്റാനും കഴിവുള്ള മാജിക് വേർഡ്. ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. ഞാനും ഇതെല്ലാവരോടും പറയാറുള്ളതാണ്, ചോദിക്കാറുള്ളതാണ്. അപ്പം ആരെങ്കിലും നമ്മളോട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഈവൻ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ പോലും ഒരാളെങ്കിലും ഓക്കെ അല്ലേ എന്ന് ചോദിക്കാനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അതൊരു മാജിക് വേർഡ് തന്നെയാണ്. പിന്നെ അങ്ങനെ പോയി കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പല പല തലങ്ങളിലേക്ക് പോകുന്നു. ഇവർ പല പ്രശ്നങ്ങളിലും പെടുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യുന്നു. ഒരു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. ഇവർ തന്നെ കുറച്ച് CID പണിയൊക്കെ തുടങ്ങുവാണ് തുടക്കത്തിൽ. അങ്ങനെ ഇവരുടെ കളിക്കുന്ന ലെവൽ മാറിപ്പോവാണ്. അങ്ങനെ വന്ന് ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തീരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗത്തിൽ വേറെ സ്ഥലമാണ് ആക്ച്വലി യുദ്ധകാന്ഡം എന്ന് പറഞ്ഞിട്ട് ഭാഗം 2. അതിൽ ഒരു സംഭവമുണ്ട്. അവൻ കാലങ്ങൾ കടന്ന് പ്രയാണം ചെയ്യുകയാണ്. ഈ ലോകത്ത് ഒരേ ഒരു ഭൂമി മാത്രമാണുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നും ശാസ്ത്രലോകത്തിനും ടെക്നോളജിക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഭൂമിയുടെ അനേകായിരം പതിപ്പുകൾ പ്രപഞ്ചത്തിലുണ്ട്. അവയിൽ മനുഷ്യവാസമുണ്ട്. ഭൂമിയുടെ ചില പതിപ്പുകളിൽ ഇപ്പോഴും മനുഷ്യവാസം ആരംഭിച്ചിട്ടില്ല. മറ്റു ചില പതിപ്പുകളിൽ ഇപ്പോഴും രാജഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രഹത്തേക്കാൾ അഭിവൃദ്ധി പ്രാപിച്ച പതിപ്പുകളുമുണ്ട്. എന്നാൽ എല്ലാ പതിപ്പുകളും സഞ്ചരിക്കുന്നത് ഒരേ തരത്തിലുള്ള സംഭവങ്ങളിലൂടെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ എന്താണോ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു രീതിയിൽ മറ്റു പതിപ്പുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ഭൂമിയുടെ പതിപ്പുകളിൽ ഏതെങ്കിലും ഒന്നില്ലാതായാൽ ജീവന്റെ അംശം തന്നെ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. അതൊരിക്കലും സംഭവിച്ചുകൂടാ. ആ ദുരന്തം തടുക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളാണ് വിഷ്ണു. അപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് എർത്തിൻ്റെ വേറെ വേർഷനിലൊക്കെയാണ് അടുത്തൊരു ഘട്ടം നടക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതുപോലൊരു ബുക്ക് ഇതിന് മുന്നേ ഒരിക്കലും വായിച്ചിട്ടില്ല. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. Shyam Krishnan CEO is indeed a different writer and has gifted a unique piece of literature. സത്യം പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന സംഭവം ഞാൻ വായിക്കാം. മർഡർ മിസ്റ്ററി നോവലുകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന പാറ്റേണുകൾ ഒഴിവാക്കിക്കൊണ്ട് വായനക്കാർക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പലതരത്തിലുള്ള കോൺസെപ്റ്റുകളിലൂടെയാണ് കഥ വികസിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടി ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ ലോകം തന്നെ ഈ പുസ്തകത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പീറ്ററിനും വിഷ്ണുവിനും നിതിനുമൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഈ കേസ് ഫയൽസ് അവരെക്കാളും മുമ്പ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് വർഷത്തെ കൂട്ടായ പരിശ്രമങ്ങൾക്കൊടുവിൽ കേസ് ഫയൽസ് എന്ന ഈ പുസ്തകം ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. 218 പേജസ് ആണ് ഇതിലുള്ളത്. ആൻഡ് ഇതിൻ്റെ അവസാനം കണ്ടോ തുടരും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് കൊള്ളാം, അടിപൊളി. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വായിച്ചു നോക്കണം. ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, വാങ്ങിക്കാണ്. കറണ്ട് ബുക്സ് തൃശ്ശൂരിൻ്റെ പ്രോഡക്റ്റാണ്. എന്തായാലും യു വിൽ ഹാവ് എ ഡിഫറെൻറ്റ് റീഡിങ് എക്സ്പീരിയൻസ്. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എസ്പെഷ്യലി നിങ്ങൾക്ക് ത്രില്ലറും ഇൻവെസ്റ്റിഗേഷനും അങ്ങനത്തെ നമ്മുടെ മർഡർ മിസ്റ്ററി കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പം ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ഈവൻ പറ്റിയില്ലെങ്കിൽ പോലും ഫസ്റ്റ് പാർട്ട് ആദ്യം വായിച്ചിട്ട് ഒരു ഭാഗം ആദ്യം വായിച്ചിട്ട് പിന്നെ അടുത്ത ഭാഗം വായിച്ചാലും മതി. ആ ഒരു ഫ്ലോ ഒക്കെ കിട്ടും. എന്തായാലും നല്ലൊരു റീഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വെറൈറ്റി റീഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര തോന്നിയില്ല. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ജോണറിലേക്കല്ല മലയാളത്തിൽ
അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. വായിക്കാൻ ചാൻസ് കിട്ടിയാൽ വായിക്കുക. വലിയ പൈസ ഒന്നുമില്ല, 300 രൂപയുള്ളൂ. അതിനുള്ളതൊക്കെ ഉണ്ട് എന്തായാലും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആണ്. കവർ പേജൊക്കെയും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ വായിച്ചു തുടങ്ങിയാൽ നമ്മളങ്ങ് വായിച്ചു പോകുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് പിന്നെ വായിക്കാം എന്ന് തോന്നുന്ന ഒരു ഐറ്റമൊന്നും അല്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇവർ കോളേജിൽ പോകുന്ന ആ ഒരു സമയത്തുള്ള കോൺവെർസേഷൻസും ക്ലാസ്സിലെ സംഭവങ്ങളും പിന്നെ നമ്മളൊക്കെ കോളേജിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരും ഫ്രണ്ട്സും കോൺവെർസേഷൻസും ഒക്കെ ആ ഒരു തരത്തിൽ തന്നെയാണ്. സോ ഇഫ് യു ഗെറ്റ് എ ചാൻസ്, പ്ലീസ് ട്രൈ ടു റീഡ് ദിസ് ബുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.